മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട ലേഖകനായിരുന്ന ചുമ്മാറിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്. ചുമ്മാർ പള്ളിയിൽ വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനോരമയുടെ ഒരു ലേഖകനോടെ ഉണ്ടായിരുന്നു ചുമ്മാറിൻ്റെ കൂടെ. ഇവർ ഞങ്ങൾ അറിയാണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും തൊട്ട് പുറകിൽ അപ്പച്ചൻ നിൽക്കുന്നതായിട്ടാണ് ആ ഫോട്ടോ. അത് പിറ്റേ ദിവസം മനോരമയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തതാണ്. അപ്പച്ചൻ ഞങ്ങളെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താനുള്ള മുൻകൈ എടുക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ആ വാർത്ത വന്നത്. പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അത് മനോരമയുടെ ലേഖകനായിരുന്നു. അതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സംസാരിച്ചിരുന്ന് അങ്ങനെ അപ്പോൾ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കല്യാണം കെട്ടൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ മനോരമയുടെ ലേഖകനുണ്ടല്ലോ, അയാൾ എൻ്റെ അടുത്ത് നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കല്യാണം കെട്ട് കഴിഞ്ഞു എന്ന് ഈ മകളും ഭർത്താവും കൂടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ തന്നെ പറഞ്ഞേ, ഇപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് 2 വർഷം കൂടി പോയി അവരെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അവന് റെഡിയായി. ഞാനും അയാളും കൂടി പള്ളിയിൽ അകത്തേക്ക് കയറി ഇറങ്ങി വരുമ്പോഴാണ് ഈ പടമെടുത്ത കാര്യം എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് മനോരമയിൽ ഫ്രണ്ട് പേജിൽ ഗംഭീരമായൊരു പടം കണ്ടു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാത്ത ആളാണ്, നിരീശ്വരവാദിയാണെന്നൊക്കെ പറയുന്ന ആൾ ഇപ്പോൾ പള്ളിയൊക്കെ പോയി എന്നൊരു വാക്കും അതിനകത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാനിന്ന് ലോ കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ SFIയിൽ വളരെ ആക്റ്റീവായിരുന്നു. SFIയുടെ അന്നത്തെ സിറ്റി പ്രസിഡൻറ്റും ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. ആ സമയങ്ങൾ ഇവിടുത്തെ മിക്കവാറും കോളേജുകളിലൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു. മഹാരാജാസ് കോളേജ് നടക്കും, സെൻറ്റ് ആൽബർട്ട്സിൽ, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, അവിടെ എല്ലാം മിക്കവാറും KSU ആയിട്ട് ബന്ധപ്പെട്ട ഗുണ്ടകളോ മറ്റവരോ ആണ് ആക്രമണം നടത്തുക. അപ്പം അതിനെ പ്രതിരോധിക്കാൻ ഞാൻ മുന്നിലുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കോളേജിൽ പോയപ്പോൾ ബ്രോഡ്വേയിൽ പോയി ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, വീട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട, വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട്, എന്നെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ അറിഞ്ഞത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു SI ഉണ്ടായിരുന്നു, ഡയറക്ട് സെലക്ഷൻ CI, ആൽബർട്ട്സിൽ പഠിച്ചിരുന്നതാണ്. എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച ആളാണ്, അനിയൻ്റെ സുഹൃത്തുമായിരുന്നു. സുരേന്ദ്രനും പിന്നീട് DYSP ആയ മാർട്ടിൻ മാത്യു, അവർ രണ്ടുപേരും കൂടിയാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഞങ്ങളിന്ന് തോട്ടേക്കാട്ട് റോഡ്, ഇന്നത്തെ കല്യാണം ഇരിക്കുന്ന തോട്ടേക്കാട്ട് റോഡിലാണ് താമസം. ഇവർ വന്ന് ജീപ്പ് പുറത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ ഇറങ്ങിച്ചത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സുഹൃത്തായിരുന്ന സുരേന്ദ്രൻ, നിൻ്റെ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ അനിയൻ അബിക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. കാരണം ഇതുവരെ സുഹൃത്തായിരുന്ന ഒരാൾ പെട്ടെന്ന് പോലീസ് ഡ്രസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ വേറൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. അബിയും തിരിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ അപ്പച്ചൻ അന്ന് MP ആണ്. അന്ന് ഡൽഹിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പച്ചൻ വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അബി പറഞ്ഞു, ഇയാൾ ഇവിടെ വന്ന് എടാ പോടാന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ ഇറങ്ങി ചെന്ന് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ മഹാരാജസിനോട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പച്ചൻ പറഞ്ഞില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അപ്പച്ചൻ എന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിരുന്നു കളമശ്ശേരി പോകാൻ വേണ്ടി. അപ്പച്ചൻ്റെ ധാരണ ഞാൻ അങ്ങോട്ട് കളമശ്ശേരിയിലേക്ക് പോയി എന്നാണ്. അപ്പച്ചൻ തീർത്തു പറഞ്ഞു ഞാനതിലുണ്ടാവില്ല. അപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല, എന്നെ കൊണ്ട് പോകുന്നുള്ള നിലപാടിലായി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെയും വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പച്ചൻ ബോണറ്റിൽ കയറിയിരുന്നു ജീപ്പിൻ്റെ. ആൾക്കാർ കൂടി വലിയ ടെൻഷനായി. പിന്നെ ഒരുവിധം എല്ലാവരും സമാധാനിപ്പിച്ച് പോലീസുകാർ പോയി. അതായിരുന്നു ആ സംഭവം.